നമസ്കാരം. പ്രധാന വാർത്തകൾ. CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ വിജയം. 767 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 452 വോട്ട് നേടി. മറുവശത്ത് 300 വോട്ടുകളാണ് സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. നടിയുടെ പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ഇന്നലെ രാത്രി മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച സനൽകുമാർ ശശിധരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് മജിസ്ട്രേറ്റ് ജാമ്യത്തിൽ വിടുകയായിരുന്നു. സ്വന്തം ജാമ്യത്തിലാണ് സനൽകുമാർ ശശിധരനെ വിട്ടത്. ഇന്നലെ രാത്രി വൈകിയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ സനൽകുമാറിനെ എത്തിച്ചത്. തുടർ നടപടികളുടെ ഭാഗമായി ഇന്ന് രാവിലെ സനൽകുമാർ ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി. ആലുവ CJM കോടതിയിലാണ് ഹാജരായത്. നടിയെ ശല്യപ്പെടുത്തുന്ന പരാതിയിലാണ് പോലീസ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത്. നബിദിനാഘോഷത്തിൽ പങ്കെടുത്ത് ഷവർമ കഴിച്ച കുട്ടികൾക്ക് ശാരീരിക അവശത. കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാടാണ് സംഭവം. ശാരീരിക അവശതകളെ തുടർന്ന് കുട്ടികൾ ചികിത്സ തേടി. ആഘോഷത്തിൽ പങ്കെടുത്തവർ പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി കഴിച്ചിരുന്നു. ഇവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് സംശയം. 4 കുട്ടികൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 10 പേർ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കളെ കുത്തി പരിക്കേൽപ്പിച്ചു. ഒരു പശു ചത്തു. മലപ്പുറത്ത് മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരത. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കളെ അജ്ഞാതൻ കുത്തി പരിക്കേൽപ്പിച്ചു. 4 പശുക്കളെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. അരീക്കോട് കാരപ്പറമ്പിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. സംഭവത്തിൽ ഒരു പശു ചത്തു, മറ്റൊന്നിന് പരിക്കേൽക്കുകയും ചെയ്തു. കാരിപ്പറമ്പ് സ്വദേശി ഇജാസിന്റെ പശുക്കളെയാണ് കുത്തിയത്. സംഭവത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കം. ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന് മുൻമന്ത്രിയും മുതിർന്ന CPI നേതാവുമായ K. ഇസ്മയിലിന് ക്ഷണമില്ല. തന്നോട് നേതൃത്വം കാണിച്ചത് അവഗണനയെന്ന് ഇസ്മയിൽ. എന്തുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കണം. ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തത് തന്നോട് കാണിച്ച അനീതി. 1968 ശേഷം ഇസ്മയിൽ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണ് ആലപ്പുഴയിലേത്. കൊല്ലം തേനി ദേശീയപാതയിൽ ബസ്സിൽ സ്കൂട്ടർ ഇടിച്ച് പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. ശാസ്താംകോട്ട ഊക്കൻമുക്ക് സ്കൂളിന് സമീപം നടന്ന അപകടത്തിലാണ് സ്കൂട്ടർ യാത്രക്കാരിയായ തൊടിയൂർ സ്വദേശി അഞ്ജന മരിച്ചത്. 24 വയസ്സായിരുന്നു. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. അഞ്ജന സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഒരു സ്കൂൾ ബസ് തട്ടി. ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തി നശിച്ചു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ജന മരിച്ചു. കരിന്തോട്ട സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് അഞ്ജന. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിയമനം ലഭിച്ച ബാങ്കിൽ ക്ലർക്കായി ജോലിക്കെത്തിയത്. ഒക്ടോബർ 19-ന് വിവാഹം നടക്കാനിരിക്കെയാണ് ദാരുണമായ അപകടം. ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി CPM. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെയാണ് മീത്തിലെ കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിലെ സെക്രട്ടറിക്ക് പ്രവർത്തിക്കാനുള്ള അസൗകര്യത്തെ തുടർന്നാണ് മാറ്റം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അമൽ ബാബുവിനെ പാർട്ടി അന്വേഷണത്തിനൊടുവിൽ തിരിച്ചെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 5-ന് പുലർച്ചെ പാനൂർ പുളിയതോടിനടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ഒരാൾ മരണപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപം ചീപ്പിൽ കുളിക്കാനിറങ്ങിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ മുങ്ങി മരിച്ചു. കരുവാറ്റ ശ്രീശങ്കരം വീട്ടിൽ സജീവ് കുമാറാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4-ഓടെയായിരുന്നു സംഭവം. തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ HM സുമംഗലിയുടെ ഭർത്താവായ സജീവ് കുമാർ ദിവസവും ഭാര്യയെ വിളിക്കാൻ കരുവാറ്റയിൽ നിന്നും തോട്ടപ്പള്ളിയിലെത്തും. ഇവിടെ കനാലിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് ഭാര്യയുമായി തിരികെ മടങ്ങുന്നത്. പതിവ് പോലെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. ഇദ്ദേഹം ബഹളം വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അഗ്നിരക്ഷാസേനയും പോലീസിനെയും വിവരം അറിയിച്ചു. ഹരിപ്പാട് നിന്നെത്തിയ അഗ്നിരക്ഷാസേന വെള്ളത്തിൽ മുങ്ങി മൃതദേഹം കരക്കെത്തിച്ചു. തുടർന്ന് അമ്പലപ്പുഴ പോലീസ് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സജീവ് കുമാർ കഴിഞ്ഞ മാർച്ച് മുതൽ VRS എടുത്ത് വീട്ടിൽ കഴിയുകയാണ്. ഖത്തറിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ദോഹയിൽ ഉഗ്രസ്ഫോടനം. വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം നടന്നത്.
കത്താര പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം. ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് വിവരം. ഉഗ്രശബ്ദം കേൾക്കുകയും പുക ഉയരുകയുമായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഹമാസ് ഉന്നത നേതൃത്വത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നാണ് സൂചന. ആക്രമണം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ച ചെയ്യുന്ന യോഗമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന് ഖത്തറിലെ അമേരിക്കൻ എംബസി വ്യക്തമാക്കി. ഹമാസ് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ തങ്ങിയ കെട്ടിടമാണ് തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ആക്രമണത്തെ അതിജീവിച്ചെന്നാണ് ഹമാസ് അറിയിക്കുന്നത്. എന്നാൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതായി ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആവേശകരമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ ജലരാജാക്കന്മാരായി മേലുകരയും കൊറ്റൂത്തൂരും. ഫൈനൽ മത്സരത്തിൽ എ ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയികളായി. എന്നാൽ സമയനിർണയത്തിൽ അപാകതയുണ്ടെന്ന് കാട്ടി പ്രതിഷേധമുയർത്തി കോയിപ്രം പള്ളിയോടം ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാതെ മടങ്ങി.